കൃഷി ദർശൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൂത്തുപറമ്പ് ഹൈസ്കൂളിൻ്റെ പരിസരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് കൂത്ത് അവതരിപ്പിച്ചിരുന്ന സ്ഥലം എന്ന പേരിലാണ് കൂത്തുപറമ്പ് എന്ന സ്ഥലനാമം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നൊരു പക്ഷേ കൂത്തുപറമ്പിൻ്റെ സവിശേഷതയായിട്ട് കൂത്തുപറമ്പ് ഹൈസ്കൂൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്താണ് കൂത്തുപറമ്പ് ഹൈസ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ കാർഷിക മേഖലയിൽ മറ്റ് സ്കൂളുകൾക്ക് സംസ്ഥാനത്തിന് മൊത്തമായിട്ട് മാതൃകയാകുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, വളരെ വൈവിധ്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്കൂളാണ് കൂത്തുപറമ്പ് ഹൈസ്കൂൾ. ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നെൽകൃഷി മുതൽ ഔഷധ ചെടികളുടെ കൃഷി മുതൽ കോഴി വളർത്തൽ വരെ അല്ലെങ്കിൽ ആട് വളർത്തൽ വരെ കുട്ടികൾ തന്നെ നടത്തുന്ന, അതിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അധ്യാപകരുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട് രാജൻ മാഷുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കുട്ടികൾ എങ്ങനെയാണ് മുതിർന്നവർക്ക് പോലും മാതൃകയാവുന്ന രീതിയിൽ കാർഷിക വൃത്തി ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ ജീവിത പരിസരത്തിൽ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന മലയാളിക്ക് ഒരു പാഠമായി, പുതിയ തലമുറക്ക് ഒരു മാതൃകയായിട്ട് കാർഷിക പരിപാടികൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ കൃഷിയെ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്ന അനുഭവങ്ങളിലേക്കാണ് ഹൈസ്കൂളിൻ്റെ വാതിലുകൾ, ജനലുകൾ തുറക്കപ്പെടുന്നത്. KHS കൃഷി മേഖലയിൽ പാഠ്യപദ്ധതിയും കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർ വളരെയധികം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ശ്രീ രാജൻ മാസ്റ്ററാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളെ ഹരിതനിധിയിലേക്ക് ആകർഷിക്കുകയും കുട്ടികളുടെയും അധ്യാപകരുടെയും ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കാൻ KHSന് കഴിഞ്ഞിട്ടുണ്ട്. KHS മറ്റ് സ്കൂളുകൾക്ക് മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ ഈ തരത്തിൽ ആശംസിക്കുന്നു. കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ 2001 പരിസ്ഥിതി ക്ലബ്ബ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ചില്ലറ പരിസര ശുദ്ധീകരണം അതുപോലത്തെ പ്രവർത്തനങ്ങളായിരുന്നു പ്രാരംഭ ഘട്ടത്തിൽ നമ്മൾ നടത്തിയത്. കൃഷി രംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് 2006 20 സെൻറ്റ് സ്ഥലത്ത് ആണ് ആദ്യം കൃഷി ആരംഭിക്കുന്നത്. അപ്പം അത് പടിപടിയായി ഉയർന്ന് ഇപ്പോൾ 5 ഏക്കറിൽ വിവിധ തരം കൃഷികൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ 50 സെൻറ്റ് സ്ഥലത്ത് നെൽകൃഷിയാണ്. ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ചേമ്പ്, ചേന, കിഴങ്ങ്, പച്ചക്കറികൾ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ വിവിധ തരം കൃഷികൾ 37ഓളം വിവിധ കൃഷികളുണ്ട്. പിന്നെ അതിനു പുറമെ ഇലകൃഷിയുടെ ഒരു ഇലക്കറി തോട്ടമുണ്ട്. പിന്നെ ഒരു ഔഷധ സസ്യ വനം എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ഔഷധ സസ്യത്തോട്ടമുണ്ട്. പിന്നെ വാഴ കൃഷിയുണ്ട്. അത് സ്കൂളിൻ്റെ പരിസരത്ത് തന്നെയായിട്ടാണ് വാഴ കൃഷിയുണ്ട്. പിന്നെ അതിനു പുറമെ കോഴി വളർത്തൽ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനു സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ 2 ലക്ഷത്തോളം രൂപയുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൂത്തുപറമ്പ്
കൃഷി വകുപ്പിൻ്റെ കൃഷി ഓഫീസിൻ്റെ നിരന്തരമായ സമ്പർക്കവും അവരുടെ സഹകരണവും കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയിൽ ഇത്രയും മികച്ച നിലയിൽ നമ്മൾ എത്താനുള്ള കാരണം കൃഷി വകുപ്പിൻ്റെ നിസ്സീമമായ സഹകരണമാണ്. പിന്നെ സ്കൂൾ പരിസ്ഥിതി നമ്മൾ കുട്ടികൾ കാർഷിക പ്രവൃത്തി നടത്തുന്നത് പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങളായ കുട്ടികളാണ്. പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കൊരു കോഴി വളർത്ത് ഫാം കൂടിയുണ്ട്. ഇതിന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 50,000 രൂപ സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 65ഓളം കോഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ മുട്ട ഉച്ചഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ് മുഴുവൻ കാർഷിക പ്രവർത്തനങ്ങളും നടത്തുന്നത്. അവരുടെ പഠന സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ കുട്ടികളുടെ പാഴാക്കി കളയുന്ന സമയം, അതായത് വൈകുന്നേരങ്ങളിലും രാവിലെയും ആണ് അവർ കൃഷി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതിനു പുറമെ ശനി ഞായർ ദിവസങ്ങളിലും അവരിവിടെ വന്ന് പിന്നെ വേനൽക്കാലത്ത് കൃഷിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, വെള്ളം നനക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മധ്യവേനൽ അവധിക്ക് പോലും കുട്ടികൾ വളരെ താല്പര്യത്തോടെ സ്കൂളിലേക്ക് എത്തി കൃഷി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് തന്നെ വളരെ മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലുള്ള സ്വഭാവം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കാർഷിക വൃത്തിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ കൃഷിയെ പറ്റിയുള്ള അവർക്കുള്ള സംശയങ്ങൾ തീർത്തു തരാൻ ഇവിടെ അധ്യാപകർ, നമ്മുടെ രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൃഷിയെക്കുറിച്ചുള്ള ശരിയായ അനുഭവജ്ഞാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കാർഷിക വൃത്തിയിലേക്ക് ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ ഇതെന്തായാലും സഹകരിക്കും എന്നാണ് പറയാനുള്ളത്. ഇതിനൊക്കെ പുറമെ നമ്മൾ കൃഷിക്ക് വേണ്ട വളം ഉണ്ടാക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റും നമുക്കുണ്ട്. ഉച്ചഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. അതിൽ വരുന്ന സ്ലറി നമ്മൾ കൃഷിക്കായി വളമായി ഉപയോഗിക്കുന്നുണ്ട്. അതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പിന്നെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉച്ച ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ സർക്കാരിൽ നിന്ന് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണത്തിനുള്ള സഹായം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പോലും 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്ക്, ആവശ്യമായ മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം നൽകാൻ നമുക്കിതുകൊണ്ട് ഈ സപ്പോർട്ട് നമുക്കുള്ളതുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ കൃഷിയുടെ ഒരു മേന്മയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് സ്കൂളിൻ്റെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളുടെയും PTA മെമ്പേഴ്സിൻ്റെയും നാട്ടുകാരുടെയും മുനിസിപ്പൽ അംഗങ്ങളുടെയും നിസ്സീമമായ സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മികച്ച ഒരു പരിസ്ഥിതി ക്ലബ്ബായി നമുക്കിതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് 2012-13 വർഷത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ ആനിമൽ വെൽഫെയർ ക്ലബ് ഇൻ സ്കൂൾ എന്ന പരിപാടിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ഹൈസ്കൂൾ നിർമ്മിച്ച ഷെഡിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സാധാരണയായി കുട്ടികൾക്ക് വീടുകളിൽ കോഴികളെ കൊടുത്തുകൊണ്ടുപോയി വളർത്തുന്ന സമ്പ്രദായത്തിന് പകരം കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കേട്ടിട്ടുള്ള ഈ സ്കൂളിൽ വെച്ച് മൃഗസംരക്ഷണ മേഖലയിലെ ഒരു പുതിയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെ ഈ ക്യാമ്പസിനകത്ത് തന്നെ ഒരു കോഴിയുടെ കൂടും അതിനുവേണ്ടി ഒരു ഷെഡും നിർമ്മിക്കുകയും 64 കോഴികളെ നമ്മൾ M ഷേപ്ഡ് ആകൃതിയിലുള്ള ഒരു കൂട്ടിലായിട്ട് വളർത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിൽ ഒരു ഒബ്സർവേഷൻ, ഇത് കണ്ട് നിരീക്ഷിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. അത് ദൈനംദിനം ഓരോ ദിവസവും ഇതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടികൾക്ക് വളരെ കൃത്യമായി തന്നെ തൊട്ടറിയുവാനും അനുഭവിച്ചറിയുവാനും സാധിക്കുന്നു. കാരണം അത് അവർ അനുഭവിച്ചറിയുമ്പോൾ അത് കൂടുതൽ അവർക്ക് പഠനത്തിന് കൂടുതൽ സൗകര്യം ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. കൂടാതെ ഇതിനായിട്ട് നമ്മളൊരു ക്ലബ്ബ് തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ക്ലബിൻ്റെ പേര് എഹെഡ് എന്നാണ്. AHEAD, എഹെഡ്, ആനുവൽ ഹസ്ബൻഡറി എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള
മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ വികസനത്തിനുള്ള ഒരു പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളിൽ ഒരു ഇത്തരം സംരംഭകത്വ സാധ്യതകൾ വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ഈ സ്കൂളിൽ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം ഏകദേശം 8ഓളം പഞ്ചായത്തുകളിലായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് ഹൈസ്കൂൾ ഇതിനു വേണ്ടിയിട്ട് 50,000 രൂപ നമ്മൾ നൽകി, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫണ്ടായിട്ട് നൽകിയെങ്കിലും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വില മതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ പ്രവർത്തനത്തിലുള്ളൊരു ഒരു പരാധീനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ റിക്കറിങ് എക്സ്പെൻഡിച്ചർ, തുടർന്ന് വരുന്ന ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നൊരു പ്രധാന പ്രശ്നം ഈ മേഖലയിലുള്ള സ്കൂളിലെ മാഷും ഇതിൻ്റെ നമ്മുടെ ക്ലബ് അംഗങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള തീറ്റയുടെ ചെലവ് അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ വലിയൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് ലഭിക്കുന്ന മുട്ട ഇപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കൊടുക്കുന്ന ഒരു ഡിവിഷനിൽ കൊടുക്കുന്ന കുട്ടികൾക്കായിട്ട് ആ മുട്ട കൊടുക്കുകയും സ്കൂൾ PTA ഭാഗത്തു നിന്നുള്ള സ്കൂളിൻ്റെ അകത്തുനിന്നുള്ള ഫണ്ട് തിരിച്ചു വാങ്ങിച്ച് ഇതിനുള്ള തീറ്റയ്ക്ക് വേണ്ട വക കണ്ടെത്തുവാനും ഇവിടുത്തെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ക്ലബിൻ്റെ അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിന് കോഴികൾക്ക് വരുന്ന രോഗങ്ങൾ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ പരിപാലന രീതി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അറിവുകൾ സ്വന്തം അനുഭവത്തിലൂടെ തന്നെ കുട്ടികൾ ഇതാക്കിയിരിക്കുകയാണ്, ആർജിച്ചിരിക്കുകയാണ്. കാരണം കോഴികളിലുണ്ടാകുന്ന കൊത്തുശീലം അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഉടനെ തന്നെ വിറ്റാമിൻ എയുടെ ഡിഫിഷ്യൻസി, അതിൻ്റെ കുറവുകൾ, വിറ്റാമിൻ എ പോലുള്ള സാധനങ്ങൾ കുറയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് കിട്ടുന്ന പച്ചപ്പുല്ലിൻ്റെ അകത്ത് അത് കിട്ടുമെന്നുള്ളതുകൊണ്ട് വയലുകളിൽ പോയി പുല്ല് കുത്തി അരിഞ്ഞു കൊണ്ടുപോയിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന രീതികൾ, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ തൊട്ടറിഞ്ഞ് പറഞ്ഞ് പഠിക്കുന്ന ഒരു രീതി, ഒരു സമ്പ്രദായം ഇത്തരം ഒരു ക്ലബ്ബ് ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ സാധിച്ചിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ക്ലബിൻ്റെ ഒരുപാട് എക്സ്റ്റൻഷൻ, ഇതിനൊരു വിപുലീകരണം തന്നെ ഇത്തവണയും ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെയുള്ള റിയാക്ട് എന്ന പേരുള്ള ഒരു മുയൽ വളർത്തുകാരുടെ ഒരു സംഘടന ഒരു കുട്ടികൾക്കായിട്ട് ഒരു ജോഡി മുയലുകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്പോൺസർഷിപ്പും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടും മറ്റു തരത്തിലുള്ള എല്ലാം കൂടെ ചേർത്ത് സമഗ്രമായിട്ടുള്ളൊരു മൃഗസംരക്ഷണ മേഖല ഒരു സമഗ്ര വികസനം കുട്ടികളിലൂടെ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂത്തുപറമ്പ് സ്കൂളിൽ മേനായി വന്നത് 1999 ഈ സ്കൂൾ ആരംഭിച്ചത് നാട്ടുകാരുടെ കമ്മിറ്റി, നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി 1944 സൊസൈറ്റി ആക്ട് പ്രകാരം 3/44 രജിസ്റ്റർ ചെയ്ത് 47 ഇവിടെ ഹൈസ്കൂളായി ആരംഭിച്ചത്. ഈ ഹൈസ്കൂളിൻ്റെ പ്രവർത്തനം പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി എല്ലാ വർഷവും വളരെ വിപുലമായ തരത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയും ഭംഗിയായി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പതിവാണ് സ്കൂളിനുള്ളത്. ഈ സ്കൂൾ ആരംഭിച്ചിട്ട് 47 ശേഷം നാട്ടുകാരുടെ വിപുലമായ പരിപാടികളും മറ്റും കാര്യങ്ങളും സ്കൂളിൽ വെച്ച് നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ 2000-ലാണ് ഈ സ്കൂളിൽ ആദ്യമായി കാർഷിക മേഖലയിലേക്ക് ഇതിൻ്റെ കൺവീനറായ രാജൻ മാസ്റ്റർ രംഗത്ത് വന്നത്. 2000 ഒരു 100 തേക്കും തൈ കൂത്തുപറമ്പ് ഹൈസ്കൂളിൻ്റെ ചുറ്റുപാടും പറമ്പുകളിൽ 100 തേക്കും തൈ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ വർഷവും മെച്ചപ്പെട്ട കാർഷിക രീതിയും അതുപോലെ തന്നെ കാർഷിക പ്രവർത്തനവും നടന്നു വരികയാണ്. ഇപ്പോൾ കുട്ടികളുടെ സഹകരണത്തോടു കൂടി വാഴ, ചേമ്പ്, നെല്ല്, ചേന അതുപോലുള്ള കുട്ടികൾക്ക് ആവശ്യമായ വിഭവങ്ങൾ മൊത്തം ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി വരുന്നത് 15 ഏക്കർ വയൽ കൂത്തുപറമ്പ് സ്കൂൾ സ്വന്തമായിട്ടുണ്ട്. ഇപ്പം 15 ഏക്കർ വയലിൽ ഒരു 5 ഏക്കർ വയലിലാണ് ഇപ്പം കൃഷി വ്യാപിപ്പിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളെല്ലാം ഓരോ വർഷവും ലേലത്ത് കൊടുത്ത് പൊതുജനങ്ങൾ കൃഷി നടത്തി വരികയാണ്. ഈ സ്കൂൾ തന്നെ ഇപ്പം വളരെ വിപുലമായ തോതിൽ പ്രവർത്തനം നടത്തി കാർഷിക മേഖലയിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച് കുട്ടികളെ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനവും അതുപോലെ തന്നെ അവർക്ക് കൃഷിയോട് താല്പര്യവും വർദ്ധിപ്പിച്ച് എല്ലാ വീടുകളും കുട്ടികൾക്ക് കൃഷി വിത്ത് വിതരണം ചെയ്തുകൊണ്ട് കൃഷിയിൽ താല്പര്യം ഉണ്ടാക്കുവാനും അതുവഴി വീട്ടുകൾ സമൃദ്ധമായ ഭക്ഷണത്തിന് പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ കൂടി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് കാർഷിക മേഖലയോട് യുവതലമുറ ഒരുപാട് പുറകോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്
സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി വിദ്യാലയങ്ങളിലൂടെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൃഷിയിലൂടെ വിദ്യാർത്ഥികളുടെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ വളരെയേറെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കൂത്തുപറമ്പ് ഹൈസ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നിരവധി കാർഷിക മേഖലയിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ സ്വന്തമായി കൂത്തുപറമ്പ് ഹൈസ്കൂളിൻ്റെ 2 ഏക്കർ വയൽ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധതരം നെൽകൃഷി ഉൾപ്പെടെയുള്ള വിവിധതരം കാർഷിക വിഭവങ്ങൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂത്തുപറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വിശദീകരിച്ച പരിപാടിയാണ് ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കണ്ടത്. കേരളത്തിനാകെ മാതൃകയാകുന്ന രീതിയിലുള്ള വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ ഈ വിശേഷങ്ങൾ, കൂത്തുപറമ്പ് സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഈ പരിപാടിയുടെ തുടർച്ച അടുത്ത ആഴ്ചയിലെ കൃഷി ദർശൻ പരിപാടിയിൽ ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങിന്റെ ചങ്ങാതിമാർക്ക് നീര ടെക്നീഷ്യന്മാരാകാനും അവസരം. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാ വാരാഘോഷം നടത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പദ്ധതിയിലൂടെ പരിശീലനം നേടിയ മികച്ച ചങ്ങാതിമാർക്ക് നാളികേരത്തിന്റെ വിളവെടുപ്പിനും തെങ്ങ് പരിപാലനത്തിനും പുറമെ നീര ടെക്നീഷ്യന്മാരാവാനുള്ള അവസരവും ഒരുക്കുന്നു. നീര ഉൽപ്പാദനത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെ നീര വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് തെങ്ങിന്റെ ചങ്ങാതിമാർക്ക് നിലവിലുള്ളതിനേക്കാൾ 10 മടങ്ങ് തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. കള്ളിച്ചെത്തിനു പുറമെ തെങ്ങിൽ നിന്നും നീര ചെത്താൻ കൂടി തുടങ്ങുന്നതോടെ പാക്കറ്റുകളിലാക്കിയ നീര ഹെൽത്ത് ഡ്രിങ്ക് ബോട്ടിലുകളും നീര സംസ്കരണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തെങ്ങിൻ ചക്കര, തെങ്ങിൻ പഞ്ചസാര പാനി, ചോക്ലേറ്റ്, തേൻ മുതലായ നീര അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിൽ സജീവമാകും. പ്രതിമാസം കുറഞ്ഞത് 20,000 രൂപ മുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള നീര ടെക്നീഷ്യനാവാൻ ബോർഡ് അതാത് ജില്ലകളിൽ നടപ്പിലാക്കുന്ന 6 ദിവസത്തെ പരിശീലനത്തിൽ താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. സംസ്ഥാനത്ത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൃഷിഭവന്റെയും കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് 20 പേർ വീതമുള്ള സംഘത്തിന് 6 ദിവസത്തെ സൗജന്യ പരിശീലനം ഒരേ സമയത്ത് 43 കേന്ദ്രങ്ങളിലായി നൽകി വരുന്നത്. ഡയറി ഫാം ആരംഭിക്കാൻ താൽപ്പര്യമുള്ള യുവജനങ്ങൾക്ക് മിൽമ ട്രെയിനിംഗ് സെന്റർ പരിശീലനം നൽകുന്നു. നവംബർ 18 മുതൽ 21 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ നവംബർ 15 മുൻപ് മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ്, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഫോൺ 0487 2695 869. കാസർഗോഡ് ജില്ലയിലെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീര എടുക്കുന്നതിനായുള്ള പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു. ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന നീരയുടെ പുതിയ ബ്രാൻഡിന് കൽപ്പരസ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പോഷകമൂല്യം ഏറെയുള്ള ഈ മധുരപാനീയത്തിന്റെ സാങ്കേതികവിദ്യയ്ക്കുള്ള പാറ്റന്റിനായി തയ്യാറെടുക്കുകയാണ് ഈ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്കായി കാസർഗോഡ് ആസ്ഥാനമായുള്ള CPCRI എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക. കേരളത്തിലെ ആദ്യത്തെ ചക്ക സംസ്കരണ ഫാക്ടറി മാളയിൽ പ്രവർത്തന സജ്ജമായി. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിവിധ ഇനം ചക്കകൾ ശേഖരിച്ചാണ് വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്ലാവ് കൃഷി ചെയ്യാൻ ചക്ക സംസ്കരണ പ്ലാൻ വഴി ധനസഹായം നൽകും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ പൗൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മാസം 28-ന് കാട വളർത്തലിലും 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട നമ്പർ 0479 245 7778.
മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രവും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി സാങ്കേതിക വിദ്യാ വാരാഘോഷം ഈ മാസം 28 മുതൽ നവംബർ 1 വരെ വെള്ളനാട് മിത്ര നികേതനിൽ നടത്തുന്നു. കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുവാൻ നടത്തുന്ന പരിപാടിയോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകൾ, നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം, കൃഷിയിട സന്ദർശനം എന്നിവ ഉണ്ടായിരിക്കും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകരെയും കർഷക ശാസ്ത്രജ്ഞരെയും ആദരിക്കും. കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള മേന്മയേറിയ തീറ്റ മണ്ണുത്തി ഫീഡ് മില്ലിൽ നിന്നും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 0487 2370 117. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ 300ഓളം ആടുകളെയും 1600 താറാവിൻ കുഞ്ഞുങ്ങളെയും 110 എരുമകളെയും വിതരണം ചെയ്യും. ആടും എരുമയും ഓരോന്ന് വീതവും താറാവിൻ കുഞ്ഞുങ്ങൾ 8 എണ്ണം വീതവുമാണ് ലഭിക്കുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പേരുള്ള കർഷകർ ഈ മാസം 30 മുൻപ് ചാത്തന്നൂർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,000 രൂപ, റബ്ബർ RSS 5 15,300 രൂപ, വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 7,050 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 46,000 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,100 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 5,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 46,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 44,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 44,000 രൂപ, വയനാടൻ കുരുമുളക് 45,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിൻ്റലിന് 6,950 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,267 രൂപ, കോട്ടയം 10,000 രൂപ, ആലപ്പുഴ 9,500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 25.1. കൊച്ചി 30.6, 22.6. ആലപ്പുഴ 29.8, 24.4. പുനലൂർ 30.5, 23. തിരുവനന്തപുരം 31.2, 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.